നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. ഇഫ്താറിനൊക്കെ തയ്യാറാക്കിയെടുക്കാൻ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കില്ലേ, അതുപോലെ പുറം ഭാഗം വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ബനാന സ്നാക്കാണ്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്താവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിൽ കൂടുതൽ ഉപയോഗിക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു ഇത്തിരി ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ ചേർത്തിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. അപ്പോൾ അതുകൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ടും ചെയ്യാം, പക്ഷേ പാൽ ഒഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. കളറിന് വേണ്ടി ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഴം ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ്, കുറച്ച് വണ്ണത്തിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം, അത്യാവശ്യം വലിപ്പമുള്ളൊരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മൈദയിലാണ് നമ്മൾ ആദ്യം ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിനകത്തോട്ടേക്ക് നല്ലതുപോലെ ഡിപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ട് ആ ബാറ്ററിൽ മുക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങയിലാണ് നമ്മളിത് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ തേങ്ങ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഡിഫറൻസ് ആണ്. കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മളിത് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുവാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, എണ്ണ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട്, അതായത് വളരെയധികം നല്ല ചൂടിലോട്ടേക്ക് ഇതിട്ട് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങ പെട്ടെന്ന് ഒരു ഡാർക്ക് കളർ അടിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. എന്നാലും ഒത്തിരി സമയമൊന്നും വേണ്ട ഇത് ഫ്രൈ ചെയ്ത് റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും പഴം നല്ലതുപോലെ കുക്കായി വരികയും ചെയ്യും. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട്, ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫ്രൈഡ് ചിക്കൻ്റെയൊക്കെ ടെക്സ്ചർ എങ്ങനെയാണോ ഉണ്ടാവുക അതേ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ കുട്ടികൾക്ക് ഒക്കെ അടിപൊളി, ശരിക്കും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്നാക്കാണ്. അതുപോലെ ഇഫ്താർ ടൈമിൽ സെർവ് ചെയ്യാനും നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബനാന ഫ്രൈ ആണ് ഇത്. ശരിക്കും നമ്മുടെ സാധാരണ പഴം പൊരിക്കുന്നതിൻ്റെ ആ ഒരു റെസിപ്പിയിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. തായ്ലൻഡിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബനാന ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു വെറൈറ്റി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.